എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ അല്പം കുറഞ്ഞു പോയതിനാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നത്. എന്നാൽ അതിനെതിരെ പത്മജയ്ക്ക് ഇപ്പോൾ കേസ് കൊടുക്കണം പോലും. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ കേരള സമൂഹം പത്മജയെ വിശേഷിപ്പിക്കുന്നത് എന്തായിരിക്കും? തന്തക്ക് പിറന്ന മകൾ എന്നാണോ, അല്ല തന്തയെ കൊന്ന സന്താനം എന്നാണോ? ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. അല്ലാതെ തന്തക്ക് പിറന്നവളല്ല എന്നൊന്നുമുള്ള വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടേയില്ല. മാത്രമല്ല, പത്മജയെ കൊണ്ട് BJPക്ക് കിട്ടാൻ പോകുന്നത് ആകെ ഒരു വോട്ട് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം കെ കരുണാകരൻ എന്ത് പാതകമാണ് മകൾ പത്മജയോട് ചെയ്തതെന്നും ഇതിനെതിരെ ഇപ്പോൾ കേസ് കൊടുക്കുമെന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. തെണ്ടിത്തരം, തെമ്മാടിത്തരം ഇതൊക്കെ കാണിച്ച് പിതാവിനെയും പറയിപ്പിച്ച് കേസ് കൊടുക്കാൻ പോവുകയാണവർ. തൻ്റെ പിതാവ് വളർത്തിയ പ്രസ്ഥാനത്തെയും അപ്പനെയും തന്നെ വഞ്ചിച്ചു പോയ പുന്നാരമകൾക്ക് കേസ് കൊടുക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ അതിനുള്ള മറുപടി കോൺഗ്രസ് MLA ടി സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, രാഹുൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ആള് ഏത് സമയത്ത് ജയിലിൽ കിടന്നു? ആശുപത്രിയിൽ ഊരവേദനയും തലവേദനയായിട്ട് പോയിട്ടുണ്ടാവും. ഒരു പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചത് പറയാൻ പറ്റുമോ? പറ നിങ്ങൾ. ഏതെങ്കിലും ഒരാളെ കാണിച്ചതിന്റെ കാര്യം പറയോ? ഏതെങ്കിലും ഒരു നിരാഹാര സമരം, എത്ര നിരാഹാര സമരം കേരളത്തിൽ നടന്നിട്ടുണ്ട്? എത്ര നിരാഹാര സമരം? ഈ നടക്കുന്ന സമരം ഉൾപ്പെടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും നടന്നു. ഏതെങ്കിലും ഒരു സമരമുഖത്ത് ഇവരെ കണ്ടിട്ടുണ്ടോ? പോലീസ് ലാത്തി വീശുമ്പോ, പോലീസ് ഗ്രനേഡ് എറിയുമ്പോ, പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുമ്പോ നിരവധി വനിതകൾ ആക്രമിക്കപ്പെട്ടല്ലോ. ഇവിടെ ജെബി മേത്തർ ഉൾപ്പെടെ. ഞാൻ ചോദിക്കുന്നു, വനിതാ പ്രവർത്തകയാണല്ലോ പത്മജ. ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തകയെ സംരക്ഷിക്കാൻ അരുത് എന്ന് പറയാൻ ഇവരുടെ ഒരു കൈ ഉയർത്തിയ സംഭവം നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? വർക്ക് അറ്റ് ഹോം എന്ന് മുരളീധരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ജയിലിൽ കിടന്ന തലപൊട്ടിയ, ശരീരത്തിൽ പ്രഹരമേറ്റ, കേരളത്തിന്റെ തെരുവോരങ്ങളെ യുവതയുടെ സംഘർഷഭരിതമാക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരനും പത്മജ വേണുഗോപാലും തമ്മിൽ ഒരു തുലനം ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അതിന്റെ മറുപടി രാഹുൽ പറയണ്ട, കേരളത്തിലെ കോൺഗ്രസും ഞങ്ങളും പറയും.